യുവനടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് യുവനടിയോട് മോശമായി പെരുമാറി എന്നാണ് കേസ്. സിനിമാ സെറ്റിൽ വെച്ച് തന്നെ പരാതി ഒതുക്കാൻ ശ്രമം നടന്നതായി യുവനടി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇടുക്കി എസ്പിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴയിൽ വെച്ച് കാർ തടഞ്ഞായിരുന്നു പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. പരാതി നൽകിയ യുവനടി മാനസികമായി തകർന്ന നിലയിലായിരുന്നുവെന്നും കൃത്യമായ തെളിവുകളോടെയാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കള്ളക്കേസാണെന്ന് തെളിയുമെന്നായിരുന്നു എറണാകുളം സബ് ജയിലിൽ എത്തിച്ചപ്പോഴുള്ള രഞ്ജിത്തിന്റെ പ്രതികരണം. നേരത്തെ രഞ്ജിത്തിനെതിരെ സമാന രീതിയിൽ 2 പരാതികൾ ഉയർന്നിരുന്നു. ആ കേസുകളിൽ കുറ്റവിമുക്തനായി സിനിമാ രംഗത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ പരാതി രഞ്ജിത്തിന് മേൽ വന്നത്. പ്രതിയായതിനെ തുടർന്ന് രഞ്ജിത്തിനെ FFKയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സിനിമാ സെറ്റുകളിലെ സ്ത്രീ സുരക്ഷ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണോ? ആദ്യം കാണാം RDX റാപ്പ്. തൊടുപുഴയ്ക്ക് സമീപത്ത് വെച്ച് നാടകീയമായി പിന്തുടർന്നാണ് പോലീസ് ഇന്നലെ രാത്രി രഞ്ജിത്തിനെ പിടികൂടിയത്. തുടർന്ന് ഇന്നു രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഞ്ജിത്തിനെ ഹാജരാക്കുകയും ചെയ്തു. 14 ദിവസത്തേക്കാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തത്. രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. അതേസമയം നടി നേരിട്ടത് കടുത്ത മാനസിക സംഘർഷങ്ങളാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അറിയിച്ചു. പരാതി നൽകാതിരിക്കാൻ നടിയെ സമ്മർദ്ദത്തിലാക്കിയോ എന്നതടക്കം പരിശോധിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന DCP അശ്വതി ജിജിയും അറിയിച്ചു. എന്നാൽ കേസ് വ്യാജമാണെന്നും എല്ലാം തെളിയും എന്നുമായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം. കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മുഖ്യമന്ത്രിയും സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാനും അറിയിച്ചു. അറസ്റ്റിലായതോടെ രഞ്ജിത്തിനെ FFKയുടെ ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് എന്നീ സംഘടനകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് രഞ്ജിത്തിനെതിരായ 3ാമത്തെ ലൈംഗിക കേസാണ്. മുൻപ് ബംഗാളി നടി നൽകിയ കേസ് കേരള ഹൈക്കോടതിയും കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ കേസ് ബംഗളൂരു ഹൈക്കോടതിയും റദ്ദാക്കിയിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. രഞ്ജിത്തിന്റെ ലൈംഗികാതിക്രമത്തിൽ യുവനടി മാനസികമായി തകർന്നു എന്ന് പോലീസ് പറഞ്ഞു. ഗുരുതുല്യനായി കണ്ട വ്യക്തിയിൽ നിന്ന് ദുരനുഭവം നേരിട്ടത് മാനസികാഘാതമുണ്ടാക്കിയെന്നും ട്രോമയിലായ നടിക്ക് സൈക്യാട്രിക് ചികിത്സ നൽകിയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹാരാജ് പറഞ്ഞു. പരാതിക്കാരി ആദ്യഘട്ടം മുതൽ ട്രോമയിലായിരുന്നുവെന്ന് DCP അശ്വതി ജിജിയും പറഞ്ഞു. രഞ്ജിത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതൊക്കെയാണെന്നും DCP വ്യക്തമാക്കി. It should not happen to any woman. എസ്പെഷ്യലി അവർ ഒരു വർക്കിംഗ് പ്ലേസിലെയാണ് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ജോലി ചെയ്യக்கூடிய ഒരു ഗുരു പോലെ കാണக்கூடிய ആളാണ് അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സ്ഥലത്തിലുള്ളത് യാതൊരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല അലിഗേഷൻ. പിന്നെ നമുക്കുള്ള നിലവിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറസ്റ്റോട് മുൻപോട്ട് പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ് പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. 75 ബേസിക്കലി സെക്ഷൽ ഹറാസ്മെൻറ്റ്, 79 ഔട്ട്റേജിങ് മൊഡസ്റ്റി ഓഫ് വിമൻ, പിന്നെ 127 ഉണ്ട് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. എന്നാൽ പരാതി വ്യാജമാണെന്ന ദുർബല പ്രതിരോധമാണ് രഞ്ജിത്ത് ഉയർത്തിയത്. പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നും അയാൾ പറഞ്ഞു. തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു. രഞ്ജിത്തിനെ FFKയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് FEFCA ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിയമപരമായ ഒരു തീർപ്പുണ്ടാകുന്നവരെ നമ്മൾ അംഗത്വത്തിൽ നിന്ന് ആ അംഗത്തെ മാറ്റുന്നു. അപ്പോൾ അത്തരം ഒരു നടപടി വേണമെന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ തീരുമാനം വരുന്നവരെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നു. കേസ് അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മറ്റ് അന്വേഷണ വിവരങ്ങൾ തനിക്ക് മുന്നിൽ എത്തിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണെന്നും സംസ്ഥാന സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ സാംസ്കാരിക വകുപ്പിൻ്റെയോ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാകില്ല എന്നും മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പായതോടുകൂടി അതിൻ്റെ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. എന്താണ് പരാതി എന്നൊക്കെയുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വായിച്ചു അങ്ങനെയാണെന്നുള്ളത്. ഏതായാലും ആ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വേറെ പരാതിയൊന്നും വന്നിട്ടില്ല. ആ പരാതി ഇല്ലാത്ത സാഹചര്യത്തിൽ നല്ല നിലക്ക് തന്നെ നടപടികൾ നീങ്ങുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ്. അന്നും ഏരിയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പരാതിയുടെ നാൾ വഴി ഇങ്ങനെയാണ്. രഞ്ജിത്തിനെതിരെ യുവനടി പരാതി നൽകിയത് അതീവ രഹസ്യമായിട്ടാണ് എന്നാണ് പോലീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. 2 ദിവസം മുമ്പ് പരാതി നൽകിയത് DGPക്കാണ്
എന്ന് നമ്മൾ അറിയുന്നു. DGP പരാതി കൊച്ചി സിറ്റി പോലീസിന് കൈമാറുകയായിരുന്നു. പെൺകുട്ടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തി പോലീസ്. ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ വെച്ച് ജനുവരി 30-നാണ് നടിക്ക് മോശം അനുഭവം നേരിട്ടത് എന്നാണ് അറിയുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 പരാതികളുണ്ടായിരുന്നു. രഞ്ജിത്തിനെതിരെ 2 പീഡന പരാതികൾ ഉയർന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ആദ്യത്തെ പരാതി ഇയാൾക്കെതിരായിട്ട് വന്നത്. തുടർന്ന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുകയായിരുന്നു. 2ാം കേസ് ബംഗളൂരുവിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയുടെ പരാതിയിലായിരുന്നു. ബംഗാളി നടി നൽകിയ ലൈംഗിക പീഡന പരാതി 2025 ഒക്ടോബറിൽ റദ്ദാക്കുകയായിരുന്നു. 15 വർഷത്തിന് ശേഷമാണ് പരാതി നൽകിയത് എന്ന് വിലയിരുത്തിയാണ് കേസ് റദ്ദാക്കിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുള്ള ആദ്യ കേസായിരുന്നു ഇത്. ബംഗളൂരുവിൽ വെച്ച് യുവാവിനെ പീഡിപ്പിച്ചു എന്ന കേസ് കർണാടക ഹൈക്കോടതിയും റദ്ദാക്കുകയായിരുന്നു. പിന്നീട് ആരോപണങ്ങളിൽ വ്യക്തതയില്ലെന്നും പരാതി നൽകാൻ വൈകിയത് സംശയാസ്പദമാണെന്നും കോടതി അക്കാര്യത്തിൽ നിരീക്ഷിച്ചു. പീഡനം നടന്നുവെന്ന് പറയുന്ന ഹോട്ടൽ പരാതി സമയത്ത് തുടങ്ങിയിരുന്നില്ല എന്നും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ പക്ഷേ വളരെ സീരിയസ് ആയിട്ടാണ് ശ്യാമിലി ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. 2 പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ കൺവിൻസിംഗ് ആയ വിധത്തിലാണ്. അതായത് ഈ പെൺകുട്ടി ഈ കാരവാനിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നത് കണ്ട ആളുകളുണ്ട്. മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടേത്. തെളിവുകൾ സാങ്കേതികമായിട്ട് കൈവശമുണ്ട്. ഈ കുട്ടി വലിയ ട്രോമയിൽ അകപ്പെട്ടു. സൈക്കാട്രിക് ചികിത്സ നൽകിയതിന് ശേഷമാണ് മൊഴിയൊക്കെ എടുക്കാൻ സാധിച്ചത് എന്ന് പോലും പോലീസ് പറയുന്നുണ്ട്. ഇയാളിത് വലിയ കുഴപ്പക്കാരനാണെന്നല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ. സാധാരണഗതിയിൽ സത്യത്തിൽ നമ്മൾക്ക് രഞ്ജിത്ത് എന്നൊരു വ്യക്തിയെ വിലയിരുത്താനോ വിധിക്കാനോ അയാളുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു ചെന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനോ ഒന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ നമുക്കാർക്കും അധികാരമുണ്ടെന്നൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ അവർക്കൂടെ അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയെ ബാധിക്കുന്ന തരത്തിൽ അയാളുടെ വ്യക്തി വൈകല്യം അയാൾ കാണിക്കുകയോ അത് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ നിരന്തരമായി എക്സസൈസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും, നമ്മൾ വിമർശിക്കും, ചിലപ്പോൾ വിലയിരുത്തും, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരാ ചോദിക്കാൻ എന്ന കാര്യത്തിനില്ല. അത് ഈ ഘട്ടത്തിൽ പൊതുസമൂഹത്തെ ബാധിക്കുന്നത് പോലെയാണെങ്കിൽ സ്വാഭാവികമായും അത് ചോദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചോദിക്കുമ്പോൾ സത്യത്തിൽ രഞ്ജിത്തിൻ്റെ ഒരു വ്യക്തി എന്ന അയാളെ പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ മുന്നിലേക്ക് വരിക? അയാളുടെ മുൻകാല ചെയ്തികൾ മുഴുവൻ വരും. മുൻകാല ചെയ്തികളുടെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുകയും ചെയ്തു. അതിൻ്റെ കേസുകളുടെ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടി വരുമല്ലോ. എന്തായിരുന്നു രഞ്ജിത്ത് എന്ന വ്യക്തിയുടെ സംഭാവന എന്ന് ചോദിക്കുമ്പോൾ നല്ല ലക്ഷണമൊത്ത എന്താ പറയുക, അതിൽ ഈ പുരുഷാധിപത്യ വരേണ്യ സ്ത്രീവിരുദ്ധമായ സിനിമകൾ, കഥാപാത്രങ്ങൾ ആവോളം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു എന്നല്ലേ അതിൽ ആദ്യമായി വരിക? അങ്ങനെ മാത്രമാണ് വരിക. അങ്ങനെയെങ്കിൽ അതൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും, സൂപ്പർ സ്റ്റാറുകളായി നമ്മൾ പരിഗണിക്കുന്ന ആളുകളെ കൂടി വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു തലമുറയുടെ മുഴുവൻ ആണത്തബോധത്തെ ഊട്ടി ഉറപ്പിച്ചു അതിലൂടെ. അതുമാത്രവുമല്ല, സ്ത്രീവിരുദ്ധത അത് അവകാശമായി തന്നെ തോന്നിപ്പിച്ചു ഒരു തലമുറയെ. അതുമാത്രം അവിടെയും തീരുന്നില്ല. അത് കഴിഞ്ഞ് ഇതൊന്നിലും ഒരു കുഴപ്പവുമില്ല എന്ന് തോന്നും വിധം നോർമലൈസ് ചെയ്തു, കൈയടിപ്പിച്ചു ആളുകളെ കൊണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ സംഭാവനകളിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്തരം കാര്യങ്ങൾ പിൽക്കാലത്ത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അത് കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയായി മാത്രം കണ്ടാൽ മതി, അതിൽ ക്ഷമാപണം നടത്തേണ്ട കാര്യം പോലുമില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. ഇങ്ങനെയുള്ള ഒരാളാണ് സ്വാഭാവികമായും ഇവിടെ ഉള്ളത്. കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയെ മാത്രം അത് ചുരുക്കപ്പെടുമ്പോൾ സത്യത്തിൽ അത് സൃഷ്ടിച്ച ആളുകൾക്കും സമാനമായ മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഇത് മുഴുവൻ കാണിച്ചു തരുന്നത്. ഈ കേസുകൾ മുഴുവൻ കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. ആ കാര്യങ്ങളെ പറ്റിയാണല്ലോ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്നിട്ടും വളരെ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പൊതുസമ്മതനായി അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. വീണ്ടും വീണ്ടും അദ്ദേഹം ചേർത്ത് നിർത്തപ്പെടുന്നു അധികാര കേന്ദ്രങ്ങളോട്, അവർക്കൊക്കെ സമ്മതനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൈവരുന്ന മറ്റൊരു കാര്യം എന്താ, ഒരു പവർ അയാൾക്ക് കൈവരികയല്ലേ. സ്വാഭാവികമായും തന്നിൽ താഴെയുള്ള ആളെന്ന് സ്വാഭാവികമായും ആലോചിക്കുന്ന ഇത്തരം മാടമ്പി സ്വഭാവത്തിൽ കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാ പൊതുവേദികളിലും സംസാരിക്കുകയും പൊതു ഇടങ്ങളിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോഴൊക്കെ ഈ തരത്തിലുള്ളൊരു പവർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴുവനുണ്ട്. ഇത് പറയുന്ന ഇങ്ങനെ ഒരാളെ വീണ്ടും ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായും തനിക്ക് കീഴെയുള്ള, തനിക്ക് താഴെ എന്ന് തോന്നുന്ന ഒരാളോട് ആ അധികാരം അയാൾ പ്രയോഗിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഇരയാണ് ഈ കുട്ടിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റം, നമ്മൾ ഉൾപ്പെടുന്ന ഈ സിസ്റ്റം വരുത്തി വെച്ചതാണിത്. അത് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നതിലൂടെ വരുത്തി വെച്ച ഒരു വിനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ഒട്ടും അഭിലഷണീയമായ കാര്യമേ അല്ല എന്ന് പറയുന്നു. അതിൽ ഇന്ന് തന്നെ നമ്മളായിട്ട് കാണിച്ചിട്ടില്ല വളരെ നല്ല കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മാധ്യമങ്ങളുടെ ഒരു ചോദ്യം വളരെയധികം പ്രകോപിപ്പിച്ചു എന്നെ പേഴ്സണലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളക്കേസാണോ എന്ന്
അദ്ദേഹത്തിനൊരു പ്രതികരണത്തിന് വേണ്ടി ചോദിക്കുകയാണ്, അതെ ഇത് കള്ളക്കേസാണെന്ന് രഞ്ജിത്ത്. അത് ബൈറ്റാണ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ഒരു നീതിബോധമില്ലായ്മ അതിനുള്ളിലുണ്ട്. കാരണം ആരാണ് ഒരു പരാതിക്കാരി? അവരൊരു യുവനടിയാണ്. സിനിമയിൽ വലിയ പവർ നിലനിൽക്കുന്ന, പവർ ഗ്രൂപ്പുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയുടെ അധികാര ശ്രേണിയിൽ നിലവിൽ ഉയരത്തിൽ നിൽക്കുന്നയാളാണ് രഞ്ജിത്ത് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ യുവനടി എന്നുള്ളത് ഏറ്റവും താഴെ വരുന്ന നടി കൂടിയാണ് കേട്ടോ. നടി കൂടി വരുമ്പോൾ ഏറ്റവും താഴെ വരുന്ന, താഴെയായി പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ അധികാരത്തെ ഭേദിച്ചുകൊണ്ട്, അതിന് അത്തരം അങ്കലാപ്പുകളെ മറച്ചു വെച്ചുകൊണ്ട്, അത്തരം അങ്കലാപ്പുകളെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരു പരാതി നൽകുകയാണ്. സ്വാഭാവികമായി അതൊരു പ്രതീക്ഷയാണ്. ഇത്തരം നീതിയില്ലാത്ത അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു പ്രതീക്ഷയാണ്. അത് ഇത്തരം കേവലമായ വാക്കുകൾ ഉപയോഗിച്ച് കെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ സമൂഹത്തിനോട് എനിക്കതാണ് പറയാനുള്ളത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. എന്തായാലും ഈ കാര്യത്തിൽ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ വായിക്കാം. അറിവിൻ്റെ ഗിരിനിരകൾ കീഴടക്കുമ്പോഴും ഒരുവൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യം, ഞാനാര്? അതിൻ്റെ അർത്ഥമറിയുക എന്നതാണ് ഓരോ മനുഷ്യാത്മാവിൻ്റെയും ജീവിത നിയോഗം. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി നേടിയ ഒരു സിനിമയിലാണ് ഞാൻ ആര് എന്ന് സ്വാഭാവികമായും നിലവിൽ ജയിലിലൊക്കെ ആണല്ലോ. അദ്ദേഹം ഒന്ന് ആലോചിക്കണം. ഞാൻ ആരെന്ന് പറഞ്ഞാൽ അദ്ദേഹം പച്ചയായ മനുഷ്യനാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. മറ്റധികാരങ്ങളൊന്നും ഒരു മനുഷ്യന് തൊട്ടടുത്തിരിക്കുന്ന ആരാണോ ഉള്ളത് അവരിൽ കഴിഞ്ഞ മറ്റൊരധികാരവും അദ്ദേഹത്തിന് ഇല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എന്തെങ്കിലും അധികാരമോ ഓറയോ അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് സ്വയം മനസ്സിലാക്കി അതിനെ റദ്ദ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അങ്ങനെ എന്തോ ഒരു കാര്യം അദ്ദേഹത്തെ ട്രിഗർ ചെയ്ത് മറ്റൊരു തരത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നുണ്ട് നിലവിൽ. അങ്ങനെ പ്രേരിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുജനം ചോദിക്കും, കൈകാര്യം ചെയ്യും, ഇതുപോലെ അഴിക്കുള്ളിലാവും. വീണ്ടും ഇന്ന് ഞാൻ ആലോചിക്കുക, ഒരു സിനിമാ സ്റ്റൈലായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്ന്. അവരൊരു സ്ത്രീയായിരുന്നു. ഇന്ന് രഞ്ജിത്ത് അവിടെ നിൽക്കുമ്പോൾ അതൊരു കാലത്തിൻ്റെ കാവ്യനീതിയായി മറ്റൊരു തിരക്കഥയിലെ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ ആയിട്ട് എനിക്കത് തോന്നുകയും ചെയ്തു. എന്നാൽ പോലും അദ്ദേഹം മനസ്സിലാക്കണം, ഞാൻ ആര് എന്നുള്ളത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. ഈ രീതിയിലല്ല ഒരു സമൂഹത്തിൽ പെരുമാറേണ്ടതെന്ന് തിരിച്ചറിയണം. എഴുതി വെച്ച കഥാപാത്രങ്ങളല്ല ജീവിതം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത്തരം മാനസികാവസ്ഥ കഥാപാത്രങ്ങൾക്ക് മാത്രമല്ല തനിക്കും അത്തരം വൈകല്യമുണ്ട് എന്ന് രഞ്ജിത്ത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ 1-2 കേസുകളുണ്ടായിരുന്നു. 2 കേസുകൾ ഉണ്ടായിരുന്നു. അത് പൊതുസമൂഹം ആകെ ചർച്ച ചെയ്താണ്. ഇയാൾ നിശിതമായിട്ട് വിമർശിച്ചതാണ്. 15 വർഷം മുമ്പുള്ളൊരു സംഭവമാണ് ബംഗാളി നടി എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ 15 വർഷം മുമ്പ് മുതൽ തന്നെ ഇയാൾ ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ കാലം കൂടിപ്പോയി എന്നുള്ളൊരു കാരണം കൂടി പറഞ്ഞിട്ടാണ് ആ കേസ് റദ്ദായത്. പക്ഷേ അത്തരം കേസുകളും പരാതികളും വന്നതിന് ശേഷം പോലുമാണ് ഇയാൾ ഈ കാര്യം ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇയാൾക്ക് ഈ കാര്യത്തിൽ മാനസികമായ മാറ്റം ഉണ്ടാകുമോ, മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് തോന്നലുണ്ടാകുന്നത്. എന്നു മാത്രമല്ല ശ്യാമിലി, അതിനകത്ത് ഒന്നുകൂടെ കാണേണ്ടത്, നമ്മൾ കേരളവും ഇന്ത്യ ആകെ തന്നെയും ചർച്ച ചെയ്താണല്ലോ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ട സംഭവം. ആ കാര്യത്തിൽ ജയിലിൽ കിടക്കായിരുന്ന ദിലീപിനെ വലിയ ആൽഫ മെയിൽ എന്ന പോലെ അങ്ങോട്ട് പോയി കണ്ടിട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് ചിരിച്ചു പോയൊരു ദിലീപുണ്ട്. അതായത് മലയാള സിനിമയിലെ ദിലീപിനൊപ്പമുള്ള ആൾ, ഇപ്പോൾ ആ കേസ് ദിലീപ് കുറ്റവിമുക്തനായി. ഞാനത് കേസൊരു ചരിത്ര സംഭവം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അവിടെ മലയാള സിനിമയിൽ ദിലീപിനോടൊപ്പം ചേർന്ന് നിന്ന് എത്രയോ ആളുകൾ പോലും വരണ്ട് ഈ പറയുന്ന ഇതൊരു വലിയ സംഭവമായി മാറിയതുകൊണ്ട് അതിനകത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിനൊക്കെ അതീതനായിട്ടുള്ള ഒരാളാണ്, എന്നെ ആർക്കുണ്ട് തൊടാൻ എന്ന മട്ടിൽ ഇയാൾ അങ്ങോട്ടേക്ക് പോയി വരുന്നത്. അപ്പോൾ ആ കാലം മുതൽ കാണുന്നത് നിങ്ങളുടെ സംവിധാനങ്ങളെയോ നിയമങ്ങളെയോ ഇക്കാര്യത്തിൽ നിങ്ങൾ ചൂണ്ടുന്ന ചോദ്യങ്ങളെയോ ഞാൻ വകവെക്കുന്നില്ല എന്നൊരു വല്ലാത്ത അഹന്താ പ്രകടനം ഇയാൾ ആ ഘട്ടത്തിലും കാണിച്ചിട്ടുണ്ട്. ആ അഹന്താ പ്രകടനമാണ് ഇപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കണ്ടത്. അതിൻ്റെ ഒരു പ്രശ്നം അയാൾക്ക് അതുകൊണ്ട് തന്നെ ശ്യാമിലി വിചാരിക്കുന്ന പോലെ നമ്മൾ കരുതുന്ന പോലെ ഇയാൾ അവിടെ പോയി കിടന്നാൽ ഇയാൾ സ്വയം ഈ പറഞ്ഞ ഡയലോഗ് ഓർക്കുകയും എനിക്കൊരു പിശക് പറ്റിയെന്ന് ആലോചിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാനിത് മറ്റ് പല സംഭവങ്ങളുമായിട്ടാണ് കൂടിച്ചേർന്നാണ് കാണുന്നത്. കാരണം ഇത് ഒരു കുഴപ്പം പറ്റിയെന്നല്ല, ഇതിനെ വെച്ച് അങ്ങോട്ട് വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മറ്റ് പ്രതികളും സമാന കേസുകളിലെ പ്രതികളും ഇപ്പോൾ കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരം സംഗതികളിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് വളരെ ഷാർപ്പായിട്ടുള്ള നിലപാടെടുത്തു. ആ 2 ഉദ്യോഗസ്ഥരും സംസാരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്. നിയമത്തിനകത്ത് നിന്ന് മാത്രമല്ല, ആ പെൺകുട്ടി ട്രോമയിൽ ചെന്ന് പെട്ടു, വലിയ കുഴപ്പത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും ചെന്ന് പെട്ടു എന്ന് വളരെ മാനുഷികമായിട്ടുള്ളൊരു തലത്ത് നിന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൺ പെൺ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നതാണ് അതിലെ കാര്യം. അവർ വളരെ സുചിന്തിതമായിട്ട് നീങ്ങിയിട്ട്, ഇപ്പോൾ ഒരു കാവൽ സർക്കാരാണല്ലോ എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ, പക്ഷേ എന്നിട്ടും പോലീസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയി നീങ്ങിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. 2, ഈ പെൺകുട്ടി വളരെ ചെറുപ്പക്കാരിയുള്ളൊരു യുവനടിയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ട്രോമയിലേക്ക്, വലിയ ട്രോമയിലേക്ക്, അത് പോലീസ് അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് തൻ്റെ ഗുരുതുല്യനായിട്ടുള്ള ഒരാളിൽ നിന്ന് തനിക്കിതുണ്ടായത് വലിയ ഷോക്കിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയി. അപ്പോൾ സൈക്യാട്രിക്കായിട്ടുള്ള ചികിത്സ വേണ്ടി വന്നു. എന്നിട്ടും പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ആ കുട്ടി തീരുമാനിച്ചു. ആ കുട്ടിക്ക് മോർ പവർ,
ടു യു എന്ന് പറഞ്ഞ പോലെ അത് കൂടുതൽ കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഈ കഷ്ടകാലം കഴിഞ്ഞ് സിനിമയിലേക്ക് നല്ല താരമായിട്ട് തന്നെ വരാൻ അവർക്ക് സാധിക്കട്ടെ. ഈ കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരെ ബാധിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതലാണ് സിനിമാ സെറ്റുകളിലെ സ്ത്രീ സുരക്ഷ വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. റിപ്പോർട്ട് വന്ന ശേഷം സിനിമാ സെറ്റുകളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്ന അവകാശവാദങ്ങൾക്കിടയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ ആരോപണവും പുറത്തു വരുന്നത്. മുമ്പും 2 പീഡന പരാതികൾ രഞ്ജിത്തിനെതിരെ ഉയർന്നതാണ്. സംഭവം നടന്ന് വർഷങ്ങൾക്ക് ശേഷം പരാതി വന്നതിനാൽ അന്ന് 2 കേസുകളും തള്ളിയെങ്കിലും ഇത്തവണ അത്തരമൊരു പഴുതില്ല. ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിലും എല്ലാ പ്രിവിലേജും അനുഭവിച്ച് വന്നയാളായിരുന്നു രഞ്ജിത്ത്. മാത്രമല്ല, പരാതികൾ പരിഹരിക്കാൻ സിനിമയ്ക്കകത്ത് തന്നെയുള്ള ഇന്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണവും ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. RDX അവസാനിക്കും. ഇതോടെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.